ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹിച്ചത്. എൻ്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല. കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ്. ഈ പറയുന്ന 40 കോടി 50 കോടി അല്ലെങ്കിൽ അവരെ വടവത നമ്പർ ഈസ് ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ബിലീവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അമൃതസാൻ, ഗംഗയിൽ അമൃതുണ്ടാവുന്നു, നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ്. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. കുളിച്ചിട്ട് ചൊറി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. മാതൃഭൂമി അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ കുംഭമേളയിൽ പോയ അനുഭവം CK വിനീത് പങ്കുവച്ചു. ചൊറി പിടിച്ചു വരാൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ലെന്നായിരുന്നു നേരത്തെ കേട്ട വിനീതിൻ്റെ വാക്കുകൾ. ഇതിന് താഴെ ഈ പങ്കുവച്ച ഒരു പോസ്റ്റിന് താഴെ, വിനീതിൻ്റെ പോസ്റ്റിന് താഴെ വലിയ അസഭ്യവർഷമാണ്. വിശ്വാസമില്ലാത്ത നീ എന്തിന് കുംഭമേളയ്ക്ക് പോയി? കുളിക്കാത്തവർ അമ്പലത്തിൽ കയറരുത്, ശുദ്ധിയായിട്ട് വരുന്നവരെ നാറ്റിക്കരുത്, നീ കുളിക്കാൻ ഇറങ്ങാത്തത് നന്നായി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വട്ടച്ചോറി വന്നേനെ എന്നൊക്കെയാണ് ഈ പോസ്റ്റിന് താഴെയുള്ള പലവിധ കമൻറ്റുകൾ. വിനീതിനെ അന്തം കമ്മി എന്ന് വിശേഷിപ്പിച്ചവരുമുണ്ട്. ഈ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ കാർഡിട്ടപ്പോൾ തന്നെ അതിന് താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. എന്ത് പ്രസക്തിയാണ് ഈ ചർച്ചയ്ക്ക് എന്നുള്ളത് നമുക്കറിയാം. കോടിക്കണക്കിന് വിശ്വാസികൾ വന്നുപോയ ഒരു മഹാമേളയാണ് കുംഭമേള എന്നുള്ളത്. അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും നിർണായകമായുള്ളതും ഏറ്റവും കൂടുതലുള്ളതും, സംശയമില്ല. വിനീതിനെ പോലെ എന്താണ് കുംഭമേള എന്നറിയാൻ പോകുന്നവരുമൊക്കെ ആ കൂട്ടത്തിൽ കാണും. പക്ഷേ വിനീതും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. വിനീതിനും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്തിന് വിനീതിന് നേരെ അസഭ്യവർഷം ഉന്നയിക്കുന്നു എന്ന ചോദ്യമുണ്ട്. അതിപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ അധിക്ഷേപിക്കുന്നു എന്ന പരാമർശം അത്തരത്തിൽ തോന്നുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരം കമൻറ്റുകൾ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ കുംഭമേളയെ ബന്ധപ്പെട്ട് നമുക്കറിയാം കോളിഫോം ബാക്ടീരിയ ലെവലൊക്കെ അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത സമയത്ത് പുറത്തു വന്നിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കുംഭമേള എന്തായാലും ആഗോളതലത്തിൽ ചർച്ചയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചർച്ച കൂടി കടന്നു വരുന്നു എന്നതേ ഉള്ളൂ. ഈ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടവർക്കുള്ള മറുപടി അതുമാണ്. എന്നോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമാകുന്ന ശ്രീജിത്ത് പണിക്കരാണ്, രാഷ്ട്രീയ നിരീക്ഷകൻ. ദീപ രാഹുൽ ഈശ്വറുണ്ട്, സാമൂഹ്യ നിരീക്ഷക. ദിനു വെയിൽ, ആക്ടിവിസ്റ്റ്, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഒപ്പം മൃദുല ദേവിയും ചേരുന്നു. ശ്രീമതി മൃദുല ദേവി, ഇവിടെ CK വിനീത്, നമുക്കറിയാം ഞാൻ കുംഭമേളയ്ക്ക് പോയ ആളാണ്. ശ്രീജിത്തും കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു. നമ്മൾ രണ്ടുപേരും, ഞാനും ഗംഗയിൽ സ്നാനം നടത്തി, ശ്രീജിത്തും നടത്തി. അങ്ങനെ വിശ്വാസം ഉള്ള ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ, അങ്ങനെ ആർക്കും എന്ത് തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിലും അധിഷ്ഠിതമായ ഒരു രാജ്യമാണിത്. അത് അവർക്ക് അവരുടെ വിശ്വാസങ്ങളിൽ അവർക്ക് മുറുകെ പിടിക്കാം, സംശയമില്ല. ഇവിടെ CK വിനീത് ഒരു അഭിപ്രായം തുറന്നു പറയുമ്പോൾ ഇത്ര അധികം അസഭ്യവർഷവുമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് CK വിനീതിന് ഇങ്ങനെ കുംഭമേളയെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോ എനിക്ക് ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് തന്നെ ഏറെക്കുറെ ഉത്തരം കിടപ്പുണ്ട്. കാരണം നിരവധിയായ വിശ്വാസികളും അതുപോലെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇടപഴകി ജീവിക്കാനുള്ള ഒരു അവസരമുള്ള ഒരു നാടാണിത്. നമ്മുടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പൊ ഇവിടെ വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളായിട്ടുള്ളവരുണ്ട്, സിവിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് അവരുടെ അഭിപ്രായ പ്രകടനത്തിന് കൃത്യമായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോ സ്പിരിച്വലി റിലീജിയസ്ലി അതിനെ ബിലീവ് ചെയ്യുന്നവര് ഒരു ഭാഗത്തുകൂടെ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് തോന്നിയ ഒരു അഭിപ്രായമാണത്. അദ്ദേഹം അത് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അതിലുണ്ടാകാവുന്ന സ്കിൻ പ്രോബ്ലത്തെ പറ്റിയും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ആന്റി സോഷ്യൽ ആയ രീതിയിൽ അതിനെതിരെ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഒന്ന് പ്രതികരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രതികരിക്കുമ്പോൾ അത് ആന്റി സോഷ്യൽ ആവുകയും ആ വ്യക്തിയെ തേജോവധം ചെയ്യുകയും മോബ്ലിജിങ് ചെയ്യുന്ന തരത്തിലുമാകുന്നത് തീർച്ചയായിട്ടും അപലപനീയമായ കാര്യമാണ്. ഞാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റിസൺ, നമ്മൾ നെഹ്റുവിനെ വരെ, RK ലക്ഷ്മൺ പോലെയുള്ള പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ്, ചിന്തകൻ, അദ്ദേഹം നെഹ്റുവിനെ
അദ്ദേഹത്തിനെ ഒരു കോമൺ മാൻ എന്ന രീതിയിൽ നിന്ന് വിമർശിച്ചതാണ്. നമ്മള് സറ്റയർ എന്ന ഒരു സംഭവം ഇവിടെ ഉള്ളതാണ്. ആക്ഷേപഹാസ്യത്തിൽ കൂടി തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ അടക്കമുള്ളവർ പല സാമൂഹിക വിഷയങ്ങളെ വിമർശിച്ചിട്ടുള്ളത്. കടുത്ത ഭാഷയിലും നവാബ് രാജേന്ദ്രനെ പോലെ ഉള്ളവരുണ്ടായിരുന്ന ഒരു ഇന്ത്യയാണിത്. തീർച്ചയായിട്ടും അത് ചെയ്യും. എസ്പെഷ്യലി മറ്റേത് സംസ്ഥാനത്തെക്കാൾ കൂടുതൽ കുറച്ചുകൂടി പൊളിറ്റിക്കൽ അവബോധവും ജ്ഞാനബോധവും തിരിച്ചറിവും ഉള്ള ഒരു സമൂഹത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്യുകയും അതിനെ സമാധാനപരമായോ അല്ലെങ്കിൽ കുറച്ച് തീവ്രമായി തന്നെ പ്രതികരിക്കുന്നതിന് തെറ്റില്ല എന്നാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു രീതി മാറിപ്പോയിരിക്കുന്നു. പക്ഷെ അത് ആന്റി സോഷ്യൽ ആവുകയും അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയും ഇത് വലിയ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് എല്ലാവരെയും കൊണ്ടും സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നതും യാതൊരു തരത്തിലും അംഗീകരിക്കുവാൻ പറ്റുന്നതല്ല. കുംഭമേളയെ വിശ്വസിക്കുന്നവരും കുംഭമേളയിൽ പോയവരെയും കുംഭമേളയെ അപലപിക്കുന്നവരും അടങ്ങിയ ഒരു ജനതയാണ്. അതാണ് നമ്മൾ ഈ പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഡൈവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, യൂണിറ്റി ഇല്ലെന്ന്, അതിനകത്ത് യൂണിറ്റി ഇല്ലെന്നതിന്റെ ചിന്തയാണ് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതിരുന്നത്. ശ്രീജിത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസാരിപ്പിക്കാതിരുന്നാൽ അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നത്. അല്ല, അതിലേക്ക് വരാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം. നമുക്കത് കുറച്ചുകൂടെ കാര്യമായി ചർച്ച ചെയ്യാനുണ്ടോ. ശ്രീജിത്ത്, ഇവിടെ ഇപ്പോൾ വിനീതിനോട് ഞാൻ സംസാരിച്ചിരുന്നു. വിനീത് നമ്മുടെ ചർച്ചയ്ക്ക് വരില്ല. പക്ഷേ വിനീത് പറയുന്നത് ഞാൻ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല ഇക്കാര്യത്തിൽ, കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ തോന്നൽ അതാണ്. അതിന് എന്നെ അന്തം കമ്മിയെന്നും എനിക്ക് നേരത്തെ ജോലി പോയത് കൊണ്ട് എന്നെ വിമർശിക്കുന്ന കുറേ ആൾക്കാരുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല, അതിൽ പ്രതികരിക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ്. വിനീതിനിപ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. ശ്രീ രഞ്ജിത്ത്, നിശ്ചയമായിട്ടും വിനീതന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്ന് പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് അദ്ദേഹവും നമ്മളും എല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, അദ്ദേഹത്തിന് കുംഭമേളയെ വിമർശിക്കാം. അവിടെ കാണുന്ന എന്തെങ്കിലും ഹൈജീനിക് അല്ലാത്ത ഒരു സാഹചര്യം അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അദ്ദേഹത്തിന് അഭിപ്രായം പറയാം, വിമർശനാത്മകമായിട്ട് സംസാരിക്കാം. അല്പം മുമ്പ് പറഞ്ഞതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ശൈലിയിൽ വേണമെങ്കിൽ അദ്ദേഹം ആക്ഷേപഹാസ്യത്തോടു കൂടി അതിനെപ്പറ്റി സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആ സ്വാതന്ത്ര്യം കേവലം അദ്ദേഹത്തിന് മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വരുമ്പോൾ ആ അഭിപ്രായത്തിനെയും അതേ രീതിയിൽ തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുമുണ്ട്. അല്ലാതെ ആ ഭരണഘടന അത് ഒരാൾക്ക് മാത്രമായിട്ട് നൽകുന്ന ഒരു അവകാശമോ സ്വാതന്ത്ര്യമോ മാത്രമല്ല. വിനീത് പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിനെ വിമർശിക്കുന്നതിനും വിനീതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ പറയിത്തീർന്നു, വിനീതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിനും എല്ലാമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഞാനും പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചയാളാണ്. പക്ഷേ അത് ഒരിക്കലും അസഭ്യമായിട്ടോ ആഭാസമായിട്ടോ അശ്ലീലമായിട്ടോ ഞാൻ വിമർശിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മോശമായ രീതിയിലത്തേക്കുള്ള കമൻറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ അശ്ലീലം പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതൊരിക്കലും നമുക്ക് എൻഡോഴ്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, നിശിതമായി വിമർശിക്കാം, ആക്ഷേപഹാസ്യത്തിൻ്റെ രീതിയിൽ വിമർശിക്കാം. അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ഉണ്ടായിരുന്നത് ഏത് സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ടത് എന്നതിനെപ്പറ്റി പറയാം. കേരള സർക്കാർ അദ്ദേഹത്തിന് ജോലി നൽകിയത് ഏത് സാഹചര്യത്തിലാണ് എന്നതിനെപ്പറ്റി പറയാം. അതെല്ലാം പറയാം. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് സാധാരണ അങ്ങോട്ട് പോകുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ്. അപ്പോൾ അവിടെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവിടെ പോകുന്നു, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പല രീതികളിലേക്ക് അവിടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ മേളയുമായി നേരിട്ട് ബന്ധമില്ലാത്ത പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, കുംഭമേളയെക്കുറിച്ചാണ്, ഗംഗയെക്കുറിച്ചാണ് എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ തന്നെ വരാം. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള മറുപടി പറയണമെങ്കിലോ വിമർശനത്തിന് മറുപടി നൽകണമെങ്കിലോ ഒക്കെ തന്നെ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിലാരും തന്നെ ഇടപെടുന്നില്ല. പക്ഷേ ഇവിടെ വിമർശിക്കപ്പെടാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഏത് രീതിയിലാണത് പറഞ്ഞത് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങളൊക്കെ, അതായത് ഈ ഗംഗയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇറങ്ങി എനിക്ക് ചൊറി പിടിക്കാനും താല്പര്യമില്ല എന്ന് പറയുന്ന പരാമർശങ്ങൾ. ഇപ്പം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ കുംഭമേളയെ വിമർശിക്കാം, നടത്തിപ്പിനെ വിമർശിക്കാം, പക്ഷേ കുറച്ചുകൂടി ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണോ പ്രശ്നം? അല്ല, നോക്കൂ, അത് വിശ്വാസപരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇപ്പോൾ ഗംഗ എന്ന് പറയുന്നതോ ഗംഗയിലുള്ള മാലിന്യം എന്ന് പറയുന്നതോ ആർക്കും അറിയാത്ത കാര്യമല്ല. ഗംഗാ നദി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത പദ്ധതിയാണ്. നമാമി ഗംഗ എന്നോ എന്തോ പേരിലുള്ള ഒരു പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ യമുന ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഡൽഹി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത പദ്ധതിയാണ്. അതായത് വലിയ ഒരു ഭൂവിഭാഗത്തിനെ കവർ ചെയ്യുന്ന, നിരവധി സ്റ്റേറ്റുകളിൽ കൂടി ഒഴുകുന്ന, ഒരുപാട് ആൾക്കാരുടെ ജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദികളെല്ലാം തന്നെ മാലിന്യമാകുന്നതിനുള്ള അല്ലെങ്കിൽ മലിനമാകുന്നതിനുള്ള നിരവധി സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ തന്നെ കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതിൽ ഇപ്പോൾ വാരണാസിയിൽ നമുക്കറിയാം എങ്ങനെയാണ് ബേൺ ചെയ്തിരിക്കുന്ന മൃതദേഹമൊക്കെ തന്നെ ഗംഗയിൽ ആൾക്കാർ ഒഴുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എത്രയോ വീഡിയോകളുണ്ട്.
അപ്പോൾ ഈ ഒരു പ്രവണതയെ കുറച്ച് കൊണ്ടുവരികയും അവിടെയുള്ള മാലിന്യത്തെ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഗംഗയെ ശുചീകരിക്കുക, യമുനയെ ശുചീകരിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വിവിധ സർക്കാരുകൾ പ്രതിജ്ഞാബദ്ധമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ചില ജോലികളാണ്. പക്ഷേ അതിനർത്ഥം ഗംഗ മാത്രമാണ് മലിനമെന്നല്ല. ഇപ്പോൾ ഗംഗയിൽ നമ്മൾ ഈ പറയുന്ന ഇത്രയും മാലിന്യമുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗംഗയിൽ കുളിച്ചാൽ ചൊറി വരും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, വിനീതിൻ്റെ വീടിനടുത്തുള്ള പുഴയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ, ഇപ്പം നമ്മൾ പറയുന്നത് കേന്ദ്രത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കണക്കുകളാണ്. കേരളത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കണക്കുകളുണ്ട്. വാട്ടർ അതോറിറ്റി കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തി നടത്തിയിരിക്കുന്ന കണക്കുകളുണ്ട്. ഈ കണക്കുകളെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്, നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അതനുസരിച്ച് നമ്മുടെ കേരളത്തിലുള്ള 90% നദികളിലെയും വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ട്, ഈക്കോളി ഉണ്ട്. അതും അപകടകരമായ വിധത്തിലേക്കുള്ള അളവിൽ അതുണ്ട്. നമ്മുടെ വീടുകളിലുള്ള കിണറുകളിൽ പോലും 80%-ലധികം കിണറുകളിൽ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ കല്ലായി നദി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു നദിയല്ല. പക്ഷേ കല്ലായിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വന്നിരുന്ന റിപ്പോർട്ട്, അവിടെ കിട്ടുന്ന, നമ്മൾ എടുക്കുന്ന 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ 4,40,000 മുകളിലാണ് അവിടെ ഉണ്ടായിരുന്ന ഫീക്കൽ മാറ്റർ അടങ്ങിയിരിക്കുന്ന കോളിഫോം കൗണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മലിനമാകുന്ന നദികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ പെരിയാർ വ്യത്യസ്തമല്ല, അച്ചൻകോവിൽ വ്യത്യസ്തമല്ല. ഒരുപക്ഷെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ രഞ്ജിത്തിന് അറിയാമായിരിക്കും, പുരുഷൻ ഏലൂർ എന്ന പേരിലുള്ള 35 വർഷമായിട്ട് പെരിയാർ ശുചിയാക്കണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ പല രീതികളിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെള്ളവും ഇതേപോലെ തന്നെ മലീമസമാണ്. പക്ഷെ എന്ന് കരുതി ആൾക്കാരവിടെ കുളിക്കുന്നില്ലേ, ആൾക്കാരവിടെ തുണി അലക്കുന്നില്ലേ? ഇതെല്ലാം തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒരു ചെറിയ ബെൽറ്റിൽ തന്നെ, ഏലൂർ എടയാർ ബെൽറ്റിലാണ്, ചെറിയൊരു ബെൽറ്റിൽ തന്നെ ഏതാണ്ട് 300-ലധികം വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാമുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്. ഫീക്കൽ വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട്, ഹോട്ടലുകളിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റുകൾ, റെസ്റ്റോറൻറ്റ്സിലെ വേസ്റ്റ്, ഇതെല്ലാം തന്നെ കൊണ്ട് തള്ളുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നദികളിൽ പോയി കഴിഞ്ഞാലും ഇതേ അവസ്ഥയുണ്ട്. പക്ഷേ എന്ന് കരുതി നമ്മളൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെടുത്തി കോൺടാക്സ്റ്റ് നോക്കണം. കുംഭമേളയാണ് കോൺടാക്സ്റ്റ്, അല്ലാതെ ജനറലി നമ്മൾ ഗംഗയെ പറ്റി പറയുകയല്ല. അവിടെ വന്ന ആൾക്കാർ ആ സ്നാനം നടത്തുക എന്ന് പറയുന്നത് തന്നെ അമൃത സ്നാനം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ആ റിച്വലാണ്. അവിടെ വരുന്ന ആൾക്കാരുടെ ഒരേ ഒരു റിച്വൽ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് അമൃത സ്നാനം നടത്തി മടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മടങ്ങുന്ന ആൾക്കാർക്ക് അതൊരു അവഹേളനം എന്ന രീതിയിലേക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വെള്ളത്തിൽ കുളിച്ചാൽ ചൊറി പിടിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോംപ്ലക്സ്, അതായത് ഉത്തർപ്രദേശാണ്, ഗംഗയാണ്, അത് നോർത്ത് ഇന്ത്യൻ്റേതാണ്, അവിടെ പോയി കഴിഞ്ഞാൽ മലിനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളിടത്തെല്ലാം നല്ലതായിരിക്കണം. ഗംഗയിൽ പോയി ചൊറി പിടിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇതേപോലെയുള്ള ഈക്വളിയുള്ള കോളിഫോം ഉള്ള വെള്ളം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള നദികളിലും. എങ്കിൽ നമ്മുടെ നാട്ടിലും ഈ പ്രശ്നമുണ്ട്. പക്ഷെ അത് പറയുന്നില്ല. അതാണ് പ്രശ്നം. കാരണം ചില കോൺടാക്റ്റുകൾ, ശ്രീത്ത് പറഞ്ഞ കോൺടാക്റ്റുകൾ ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നു. നമുക്കറിയാം 10-40 കോടിയിലധികം ആളുകൾ വന്ന് പോയൊരു സ്ഥലമാണ് ഈ പ്രയാഗ്രാജ്, കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് എന്ന സ്ഥലം. അവിടെ അമൃതസ്നാനം നടത്തിയവർ ഭൂരിഭാഗം ആളുകളും അമൃതസ്നാനം നടത്താൻ വേണ്ടി വരുന്നവർ തന്നെയാണ്. കുറേ ആളുകളൊക്കെ കണ്ടുപോകാൻ വന്നവരുമൊക്കെ കാണും. പക്ഷേ 80%-ലധികം ആളുകളും കുളിച്ച് മടങ്ങുക എന്നുള്ളതാണ്. ഈ കുളിച്ചു മടങ്ങിയ ഗംഗയിൽ മുങ്ങി നിവർന്ന ആർക്കും ഇതുവരെ വട്ടച്ചോറി വന്നതായി അറിവില്ല. ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് വന്നില്ല. നമുക്കറിയാം ഇതിനെതിരെ ഉടൻ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ വരും അങ്ങനെ സംഭവിച്ചാൽ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ. പക്ഷേ CK വിനീതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി? ഇങ്ങനെയൊരു ചോദ്യം ഉയരുമ്പോൾ കുംഭമേളയെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ വർത്തമാനം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വർത്തമാനം എന്തുകൊണ്ട് വിനീത് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. ദിനു, ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിനകത്ത് നമുക്കറിയാം വളരെ കൃത്യമായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരം കൂടിയാണ് ചാർവാക സംസ്കാരം എന്ന് പറയുന്നത്. മെറ്റീരിയൽ ആയിക്കൊണ്ട് അനുഭവത്തിലൂടെ ഒരു കാര്യത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വിനീതല്ല ആദ്യമായിട്ട് മഹാകുംഭമേളയെ വിമർശിച്ചിട്ട് ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. 1954 14 നവംബർ തീയതിയിൽ ഡോക്ടർ BR അംബേദ്കർ നിശിതമായിക്കൊണ്ട് അന്നത്തെ കുംഭമേളയെ വിമർശിച്ചിട്ടുണ്ട്. ഇന്നൊരു പക്ഷെ വിനീത് ഉപയോഗിച്ചുള്ള ഭാഷയേക്കാൾ വളരെ മൂർച്ചയേറിയ ഭാഷയിൽ കുംഭമേളയിൽ വരുന്ന ആളുകളുടെ വസ്ത്രധാരണം തൊട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അന്നത്തെ കാലഘട്ടത്തിൽ സന്യാസിമാർ അമിതമായി വന്നുകൊണ്ട് അതിനിടയിൽ പെട്ട് മരിച്ചുപോയ ഒരുപാട് പേരെ അടക്കം പറയുകയും ഒരു ആർമിയെ തന്നെ താൻ മന്ത്രിയായിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് അയക്കും എന്ന രീതിയിൽ വരെ വളരെ നിശിതമായിട്ടുള്ള വിമർശനം ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വളരെ കൃത്യമായിക്കൊണ്ട് ആളുകൾ വന്നുകൊണ്ട് ജനുവരി 12 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കെടുത്തുകൊണ്ടാണ് അവിടുത്തെ ഫീക്കൽ കോളിഫോം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും വളരെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന കണക്ക് പറയുന്നത്. ഇതിന് വളരെ കൃത്യമായിക്കൊണ്ട് അവിടെ നടന്നിട്ടുള്ള ഇവന്റുമായി വളരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പീരീഡ് നിലനിൽക്കുന്നത്.
എന്നാൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അകത്ത് ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരെ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് 12-ാം തീയതിക്ക് മുൻപുള്ള റിപ്പോർട്ടാണ്. ഇത് സമർപ്പിച്ചതിന്റെ പേരിൽ വളരെ രൂക്ഷമായ വിമർശനം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ബോർഡിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാരിന് കിട്ടുന്നുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് തന്നെയാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ഈ അലിഗേഷൻ ബേസ്ലെസ് ആണെന്നും ഇത് സനാതന ധർമ്മത്തിനെതിരാണെന്നും മാ ഗംഗയ്ക്കെതിരാണെന്നും അതിനൊപ്പം ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു വെക്കുന്നു, ഇന്ത്യക്കെതിരാണെന്നും കൂടെ പറഞ്ഞു വെക്കുന്നു. അതായത് ഈ രാഷ്ട്രത്തിനകത്ത് മതവിമർശനം നടത്തുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നദി പൊല്യൂട്ടഡ് ആവുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ഇന്ത്യക്കെതിരായ വിമർശനങ്ങളാണെന്നും അത്തരം പറയുന്ന ആൾ രാഷ്ട്രദ്രോഹികൾ അല്ലെങ്കിൽ രാജ്യദ്രോഹികളായി മാറുന്നു എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിനകത്ത് തന്നെയാണ് വിനീതനെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി കൊണ്ട് അവരുടെ ഭരണഘടനാ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ശുദ്ധമായ ജലം ലഭിക്കുക, ശുദ്ധമായ നദീജലം ലഭിക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. വിനീത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വിനീത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കാവുന്ന വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ, ഒരു മതവിശ്വാസിയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമെന്ന് വിനീത് കൃത്യമായി പറയുന്നു. ഇതിനകത്ത് എവിടെയാണ് മതനിന്ദ ഉള്ളത്? വളരെ കൃത്യമായി കൊണ്ട് അവിടുത്തെ ജലത്തിനകത്ത് ഈക്കോളി ബാക്ടീരിയ, ഈ പറയുന്ന ഫേക്കൽ കോളിഫോം ബാക്ടീരിയ അടങ്ങുന്നത് കൊണ്ട് ഈ ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസും നോസിയും ഫീവറും സ്റ്റൊമക് ക്രാമ്പും അടക്കമുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ആർക്കും ഇതുവരെ വന്നതായി അറിവില്ല. ഇതിനു നമുക്കറിയാം, നേരെ ശ്രീജിത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വിമർശിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ ജലാശയങ്ങളെയാണ്. ഈ കോളിഫോം ബാക്ടീരിയയുടെയൊക്കെ അളവ് ഏതാണ്ട് 80% മുകളിൽ ജലാശയങ്ങളിലും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പലതവണ തെളിയിക്കപ്പെട്ടതാണ്. ആ ജലാശയങ്ങളിൽ കുളിച്ച് നീന്തി നിവർന്നു പോകുന്നവരാണ് വീണ്ടും അവിടെ UP-യിലെത്തി പ്രയാഗ്രാജിലെത്തി കുംഭമേളയെ വിമർശിച്ച് മടങ്ങുന്നത്. നോക്കൂ, തീച്ചാമണ്ടി പോലുള്ള തെയ്യങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പുറത്ത് ഈ പറയുന്ന കൊളുത്തിൽ തൂക്കിക്കൊണ്ട് മുകളിലേക്ക് ഉയർത്തിയ മനുഷ്യരാരും തന്നെ ഭക്തരായുള്ള മനുഷ്യർ അവരുടെ മുറിവുകളെ കുറിച്ച് ഇന്നേ വരെയായിട്ട് ഒരു പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കൃത്യമായി ഇത്തരം രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. മറ്റൊന്ന്, അവിടെ അടിസ്ഥാനപരമായിട്ട് CK വിനീതിനെ പോലുള്ള ആളുകൾ ഇന്ത്യൻ ഭരണഘടന പറയുന്ന 51 AG ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഓരോ പൗരന്റെയും നദികൾ, പുഴകൾ എന്നിവ അടക്കമുള്ള ഇടങ്ങളിൽ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ ആളുകളെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ലെന്നും വളരെ കൃത്യമായി കൊണ്ട് അവിടെ വന്ന മറ്റ് തൊഴിലുകൾ എടുക്കാൻ വന്ന ഇപ്പൊ മോണാലിസയെ പോലുള്ള ആളുകൾ, അവരിൽ നിന്നാണ് ഇന്ത്യക്കകത്ത് ഇന്നും വിദ്യാഭ്യാസം കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെന്ന സത്യം പുറം ലോകത്തേക്ക് വരുന്നത്. സമാനമായി അവിടെ കച്ചവടം ചെയ്യാൻ വന്ന ആളുകൾ, മറ്റാളുകൾ ഇവരെ കാണുന്ന സമയത്ത് ഇന്ത്യയുടെ മറ്റൊരു ചിത്രം താൻ കണ്ടെത്തുന്നുണ്ടെന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പ് കൂടെ പറഞ്ഞതുകൊണ്ടാണ് CK വിനീതിനെതിരെ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. മൊറാലിറ്റി എന്ന് പറയുന്നത്, വാക്കുകളുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി മാത്രമാണ് എന്നുള്ള കാര്യമാണ് കുറച്ച് പറയാനുള്ളത്. ശരി, ദീപ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ദീപ, ഇവിടെ വിനീതിന് തൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ള രാജ്യമാണ്. വിനീതിന് പറയാം. പക്ഷേ വിനീത് പറഞ്ഞ പല കാര്യങ്ങളും അല്പമൊന്ന് ഒരു പരിഹാസ രൂപേണ ആയിപ്പോയി എന്നുള്ള വിലയിരുത്തലാണ് നമ്മൾ ഈ കാണുന്ന പോസ്റ്റുകൾക്ക് താഴെയുള്ളത്. അതിൻ്റെ വിമർശനം വിനീത് നേരിടുന്നുമുണ്ട്. പക്ഷേ കുംഭമേള, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 45-50 കോടി ആളുകൾ വന്നുപോയ ഒരു സ്ഥലമാണ്. അവിടെ UP സർക്കാർ ഏതാണ്ട് 1600 കോടി രൂപയോളം ശുചീകരണ സംവിധാനത്തിനായി ഒരുക്കിയിട്ടുണ്ട് എന്ന കണക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. 1.5 ലക്ഷം ബയോ ടോയ്ലറ്റുകളുണ്ട്. ടോയ്ലറ്റുകളിൽ നിന്ന് മാലിന്യം നേരിട്ട് ചെല്ലുന്നത് കൺസീൽഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്, അല്ലാതെ ഇത് ഓപ്പണായി അത് വിടുന്നില്ല. 16 മില്യൺ ടോയ്ലറ്റ് മാലിന്യം ഡെയിലി ഉണ്ട്. 240 മില്യൺ മലിനജലം ഒരു ദിവസം സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള കണക്കുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. കോളിഫോം ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ റിപ്പോർട്ടുകളും പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ചർച്ചയാകേണ്ട സാഹചര്യം ഉയർന്നു വരുന്നത് നമ്മുടെ ഇവിടെയെങ്കിലും അത് വിനീതിൻ്റെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. വിനീതിൻ്റെ പറഞ്ഞ കാര്യങ്ങളിൽ ചെറുതായിട്ടെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ചോദിക്കുകയാണ്, വിനീതിനെ ഇത്രയധികം വിമർശിക്കേണ്ട പശ്ചാത്തലമുണ്ടോ? അല്ല, ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇതിനു മുൻപ് സംസാരിച്ച ആള് എത്ര മനോഹരമായി എന്നല്ല, എത്ര വളരെ സ്മാർട്ടായിട്ട് ശ്രീ വിനീത് പറഞ്ഞ വാക്കുകളെ ഒരു എന്താ പറയുക, ഭരണഘടനയിലുള്ള അവകാശങ്ങൾക്ക്, ഒരു പൗരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദമായിട്ടൊക്കെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം ഇത്തരം ശബ്ദങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെയാണ് വരാറുള്ളത് എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു പൗരൻ്റെ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കൂടുതലും ഹിന്ദു വിശ്വാസങ്ങളെക്കുറിച്ചാണെന്നുള്ളൊരു ഒബ്സർവേഷൻ ഒരു
സാധാരണ ഭക്ത എന്ന രീതിയിൽ എനിക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഇദ്ദേഹത്തിൻ്റെ സംസാരിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അദ്ദേഹം പറഞ്ഞ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഇദ്ദേഹം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ആ ടോൺ കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ടൂറിസ്റ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുൻ ഫുട്ബോൾ താരമായിരുന്നു. ഇപ്പോൾ ഒഴിവ് സമയം കിട്ടിയപ്പോൾ ആ നാട്ടിൽ കുംഭമേള നടക്കുന്നത്, എന്താണ് ഈ സംഭവം നോക്കാം, അവിടുത്തെ കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ കുറവുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പോയി വളരെ ലാഘവത്തോടെ അവിടെ പോയ ഒരാളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യം, കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേള എന്ന് പറയുന്നത് ശരിക്കും ഇദ്ദേഹത്തെ പോലെ ലാഘവമായിട്ട് അവിടെ പോയി ചൊറിയുള്ള ഈ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്ന് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ ഭക്തസാന്ദ്രമായ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ ഇടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ മുൻപ് വിനീത് അത് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇതിനവിടെ ചെന്നു എന്നുള്ളത്. ഇനി ഇദ്ദേഹത്തിന് ആരെങ്കിലും അവിടുത്തെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അയച്ചതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്തിന് മഹാകുംഭമേളയിൽ പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം എനിക്കവിടെ ഉണ്ട്. പിന്നെ ഇത്തരം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇദ്ദേഹം അവിടുത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഐഡിയൽ ആയിട്ട് യൂട്ടോപ്പിയ വേൾഡിൽ നിന്നും വരുന്ന ഒരാളാണോ? അപ്പോൾ അവിടെ കുളിച്ചു കഴിഞ്ഞാൽ മാത്രം അദ്ദേഹത്തിന് സ്കിന്നിൽ ചൊറി വരും, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഈ ഒരു മഹാകുംഭമേള എന്ന് പറയുന്ന 50 കോടിയിൽ പരം ആളുകൾ എത്തിച്ചേരുന്ന ഇതൊക്കെ വളരെ സെൻസിറ്റീവായ കാര്യങ്ങളല്ലേ. ഇപ്പോൾ പണ്ടത്തെ ശബരിമല വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഈ വിഷയമാണെങ്കിൽ പോലും എല്ലാം എന്തിനാണ് ഇങ്ങനെയുള്ള കോമൻസ്, ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഒരു വിശ്വാസമുള്ള ഒരു വിഭാഗം എത്ര വലിയൊരു ആൾക്കൂട്ടം അവിടെ വരുന്നു, അപ്പോൾ ഇത്രയും ആൾക്കൂട്ടം അവിടെ വരുന്നു, അത് വളരെ മോശമാണെന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അവിടെ PR ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ PR എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇദ്ദേഹത്തെ പോലെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരാണോ അവിടെ കൂടുതലും? ഇദ്ദേഹം മാറി നിന്ന് അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതലും അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നവരാണോ, അതോ കൂടുതലും അവിടെ പ്രയാഗ്രാജിൽ വന്നിട്ടുള്ളവർ കൂടുതലും അവിടെ മുങ്ങി കുളിക്കാനും അവിടുത്തെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുഴുകാനും വേണ്ടി വന്നിട്ടുള്ള ആളുകളാണോ എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതിന് ദൃശ്യങ്ങളാണല്ലോ അദ്ദേഹത്തിന് തന്നെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വഴിപോക്കിനെ പോലെ, ഒരു ടൂറിസ്റ്റിനെ പോലെ അവിടെ പോകുന്ന അദ്ദേഹത്തിന് ഇത്തരം കമന്റ്സ് പറയാനുള്ള അവകാശം എന്ത് എന്ന് ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. തീർച്ചയായും ശ്രീ മൃദുലാദേവി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു മതവിഭാഗത്തിനെതിരെ മാത്രമാണോ എന്നുള്ള ദീപയുടെ ചോദ്യമുണ്ട്. മറ്റു ചില മതവിഭാഗങ്ങളുടെ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കാനും മറ്റും പലരും ധൈര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കുംഭമേളയെ വിമർശിക്കാം, പക്ഷേ അത് വിമർശനത്തിൻ്റെ ഒരു സ്വഭാവം, ഉപയോഗിച്ച ഭാഷ അതൊരു പരിഹാസ രൂപേണയായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഓക്കെ, ഞാൻ പറയാം, കുറച്ച് സമയം തരണേ. അതായത് അത് അങ്ങനെ പറയാനുള്ള കാരണം, ദീപയ്ക്ക് അതങ്ങനെയൊക്കെ പറയാം, അതിന് കുഴപ്പമില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ദീപയ്ക്ക് ആ ഒരു ഭാഗത്തെ പറ്റി വളരെ ഇഗ്നോറൻസ് പാർട്ടാണ്, അതിനെപ്പറ്റി അജ്ഞതയുണ്ട് ആ ഭാഗത്തോട്ടൊക്കെ പുറകോട്ട് അതായത് സെഞ്ചുറിക്ക് മുമ്പ് നടന്ന് ഇങ്ങോട്ട് പഠിക്കണം. ദീപ അത് പഠിക്കുമ്പോൾ ദീപയ്ക്ക് അത് മനസ്സിലാകും. ദീപയ്ക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല. കാര്യം ദീപ ഒരു പ്രിവിലേജ് സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ദീപയ്ക്ക് അത് പഠിക്കേണ്ട കാര്യമില്ലായിരിക്കാം എന്ന് ഞാനതൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നതാണ്. അത് ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം, അത് എടുക്കാം. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കുംഭമേളയെ പറ്റി മാത്രമല്ല ഇവിടെ വിമർശിച്ചിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ അതായത് മുസ്ലിം സമൂഹങ്ങള് ഒരു നിരവധിയായ ആടുകളെ കശാപ്പ് ചെയ്യുന്നത് സംബന്ധിച്ച് ആ സമയത്ത് എൻവയോൺമെന്റൽ പ്രോബ്ലം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തതാണ്. കേസ് കൊടുക്കുകയും ആ കേസിന്റെ പേരിൽ ആ എൻവയോൺമെന്റൽ പ്രോബ്ലം ഉണ്ടാകാതെ അത് പരിഹരിക്കണമെന്ന് പറയുകയും അത് അവർ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്തതാണ്. ആ സമയത്തൊക്കെ ഇവിടെ എല്ലാവരും അതിനെതിരെ ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും പറയാതിരുന്നിട്ടില്ല. പിന്നെ മറ്റൊന്ന്, കൃപാൺ ധരിച്ചുകൊണ്ട് കേരളത്തിലെ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ വന്ന സിഖ് സ്ത്രീയെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞിട്ട്, പക്ഷെ അത് ഒരു മതവിഭാഗത്തെയും ഹനിക്കുന്നതല്ല എന്നും അത് ആയുധമായി ഉപയോഗിക്കുന്നില്ല എന്നും വന്നതിന് ശേഷം ധരിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ദീപ അതൊന്നും പഠിച്ചിട്ടില്ല, ദീപയ്ക്ക് അത് അറിയില്ല, അത് പ്രശ്നം. പിന്നെ തലയോട്ടി ധരിച്ചു നടന്ന അഘോരികൾ അല്ല, അത് എത്ര മാന്യമായാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചൊറി വരും എന്ന് പറയുന്നതിന് സമാനമായ കമന്റുകൾ അല്ലല്ലോ മാം. അതൊന്നും ദീപ പറയണം. ദീപ ദിനുവിനെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്നാണ്, എനിക്ക് പറയണം. ഇറ്റ്സ് മൈ പാർട്ട്. ഓക്കെ, രഞ്ജിത്ത് പ്ലീസ് അവരെ ഒന്ന് കൺട്രോൾ ചെയ്യൂ. ദിനുവിനെ അത്രമേൽ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ്. ശരി, പറഞ്ഞോളൂ. ദീപ മറുപടി പറയാം, അതിനുശേഷം ദീപയ്ക്ക് മറുപടി പറയാനുണ്ട്. പറഞ്ഞോളൂ. നടന്ന കാര്യമാണ്. ആ സമയത്ത്
പറഞ്ഞോളൂ. അഘോരികള് ഹിന്ദു മതത്തിലേക്ക് ആക്കപ്പെട്ടവരാണ് ഇവരൊക്കെ. ഇവരെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതീവ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല കുംഭമേളയിൽ. അതാണ് ഇപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പറയുമ്പോളായിരുന്നു. ഇനി അവിടെ ഇത്രയും മലിനമായി അവിടെ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, ഈ മലം കോരുവാൻ വേണ്ടി SC ST സമൂഹങ്ങൾ വന്നാൽ മാത്രമേ അത് മാറ്റുകയുള്ളൂ. അത് മാറ്റാൻ ഇല്ല മേഡം, അങ്ങനെ പറയരുത്. കാരണം അവിടെ ഞാൻ പോയി കണ്ട ആളാണ്. മൃദുല ഞാൻ പോയി കണ്ട ആളാണ്. അവിടെ ബയോ ടോയ്ലറ്റുകൾ മാത്രമാണ്. അവിടെ മരം കോരേണ്ട സാഹചര്യങ്ങളും പശ്ചാത്തലമൊന്നുമില്ല. ബയോ ടോയ്ലറ്റ് 1.5 ലക്ഷത്തോളം ബയോ ടോയ്ലറ്റുകൾ ഒരുക്കി അതീവ ശുചിത്വമായി തന്നെ അവിടെ കണ്ടാണ്. പക്ഷേ ഗംഗയിലെ കാര്യം നമുക്കറിയാം. 10-45 കോടി ആളുകൾ ഈ ദിവസങ്ങൾ കൊണ്ട് വരുമെന്ന് പറഞ്ഞതിന് ഇപ്പോൾ തന്നെ 50 കോടി കവിഞ്ഞു. അതിന്റെ സ്വാഭാവികമായ വ്യത്യാസം ഉണ്ടാകും. രഞ്ജിത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിലെ നന്ദഗാവിലാണ് താമസിക്കുന്നത്. എന്റെ തൊട്ട് ഫ്രണ്ടില് ഇവിടെ സ്കൂളിൽ പോകാത്ത നിരവധിയായ കോളനികളിൽ പോകാത്ത കുട്ടികളുണ്ട്. ഇവരൊക്കെയും ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. റിപ്പോർട്ട് രഞ്ജിത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല, പുറത്തു വന്നിട്ടില്ല. ഇതൊന്നും പുറത്തു വരില്ല. പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കാണുന്നതാണ്. എത്രയോ റിപ്പോർട്ടുകൾ ഇതിനെപ്പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ല എന്ന് നോർമലൈസ് ചെയ്യരുത്. പിന്നീട് ഭരണഘടന, അപ്പൊ ദീപ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത്തരം പറയുന്നത് കൊണ്ട് ചിരി വന്നുപോയി എന്ന് പറയുമ്പോൾ അതൊരു ഇൻസൾട്ടൻസി തന്നെയാണ്. അത്തരത്തിലുള്ള ഇൻസൾട്ടൻസിയിലല്ല സംസാരിക്കേണ്ടത്. അങ്ങനെ ഇൻസൾട്ടൻസിയിൽ സംസാരിച്ചാൽ തിരിച്ച് ഞങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ ഉണ്ടാകും. കാരണം ഭരണഘടനയും ഡോക്ടർ BR അംബേദ്കറിനെയും കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ദീപയ്ക്ക് ചിരി വരികയും മറ്റു മതവിഭാഗങ്ങളെ പറ്റി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ് പറയുന്നത്? അതൊന്നും കേട്ടിരിക്കേണ്ട കാര്യം ഇവിടെ ആർക്കുമില്ല. ദീപ മറുപടി വളരെ പെട്ടെന്ന്. അല്ല, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാഡത്തിന് അത് ഭയങ്കരമായിട്ട് മാഡത്തിന് അത് കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ എല്ലാവരും വളരെ പരിശുദ്ധ ജലം എന്ന് വിശ്വസിക്കുന്ന ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചോറി വരും എന്ന് പറയുന്നത് കേട്ടിരിക്കുമ്പോൾ ഞങ്ങളും അത് ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണെന്നും കൂടെ മാഡം ഒന്ന് വ്യക്തമാക്കണം. കാരണം ഞാനൊന്ന് ഇങ്ങനെ അദ്ദേഹത്തിനെ ഒരു പൗരശബ്ദത്തിന്റെ ഒരു പ്രതീകമായി ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായി രോക്ഷം കൊണ്ടു. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചോറി വരും എന്ന ഒരാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അത് പറയുന്നതിന് ഒരു മാന്യതയുണ്ട്. അത്രയും മാന്യതയില്ലാതെ സംസാരിക്കുന്നത് ഞങ്ങൾ വളരെ ന്യായത്തോടെ കേട്ടുകൊണ്ടിരിക്കണം. പണ്ട് മുതലുള്ള ചരിത്രം പഠിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസിയെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പഠിച്ച ഒരു ആക്ടിവിസ്റ്റിനെ പോലും നല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാരണ വിശ്വാസിക്ക് തോന്നുന്ന ഒരു രോക്ഷം മാത്രമേ എനിക്കും തോന്നിയിട്ടുള്ളൂ. അത്രത്തോളം മോശമായ ഭാഷ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾക്ക് ചില സ്ഥാനമുണ്ട്. അതിൽ ഗംഗ എന്ന് പറയുന്നതിനുള്ള സ്ഥാനം, മഹാകുംഭമേളയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു വിശ്വാസത്തെ കുറിച്ച് ചൊറി എന്ന ഭാഷ ഒരേ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് ഇന്ന് ഈ പാനലിൽ വെച്ച് മാഡത്തിന് അത് മാത്രം ഒന്ന് അംഗീകരിച്ചാൽ മാഡം പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കാം. മാഡം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ശരിയാണ് വിനീത ചൊറി എന്ന വാക്ക് ഉപയോഗിച്ചത് തെറ്റായി പോയി എന്ന് മാത്രം ഇന്നത്തെ ഈ ചാനൽ ഡിബേറ്റിൽ ഒന്ന് സമ്മതിച്ചാൽ ബാക്കി പലതും കേൾക്കാൻ ഞാൻ തയ്യാറാവും. അല്ല, അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് പ്രശ്നമുണ്ടല്ലോ മൃദുല. നമുക്ക് ഒരു കാര്യം പറയാം, അത് വ്യക്തമായി മനസ്സിലാകുന്ന നിരവധി തരത്തിലുള്ള ഭാഷകളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. പക്ഷേ അതിനെ അടച്ചാക്ഷേപിക്കുക, അതായത് ഞാൻ ഈ നേരത്തെ ദീപ പറഞ്ഞത് അനുസരിച്ച് ഞാൻ ഈ നമ്മുടെ വിനീതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിയായിരുന്നു. ഒരുപാട് ഭക്തി നിർഭരമായ ഒരുപാട് പോസ്റ്റുകൾ അവിടെ ചെന്നിട്ട് ഡിവൈനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഇട്ട് ഫേസ്ബുക്ക് നിറച്ച് കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ വാങ്ങിയ വിനീതാണ് വളരെ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നതുമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീജിത്തും ശ്രദ്ധിച്ചു കാണും ഈ പറഞ്ഞതുപോലെ വിനീതിൻ്റെ FB പോസ്റ്റുകളൊക്കെ. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് ഗംഗയിലെ ജലത്തിൽ കുളിച്ചാൽ ചൊറിയുമെന്ന് തോന്നുന്നത്. അല്ല, തീർച്ചയായും നോക്കൂ, അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ശ്രീമതി മൃദുല, ഒരു സെക്കൻഡ് വരാം മേഡം. അല്ല നോക്കൂ, ഇതിൽ ഞാനത് ശ്രദ്ധിച്ചതാണ്. ഞാനതിൻ്റെ ഒരു പോസ്റ്റിലാണോ വീഡിയോയിലാണോ ഞാനതിനെ പറ്റി പറയുകയും ചെയ്തതാണ്. അതായത് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടോ ഇല്ലയോ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹം അവിടെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണോ അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണോ പോയത് അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതൊക്കെ നമ്മളെ ആരെയും ബാധിക്കുന്ന വിഷയമേ അല്ല. അങ്ങനെ ഇൻട്രസ്റ്റോടു കൂടി വരുന്ന എത്രയോ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതൊരു വലിയ മേള നടക്കുകയാണ്, നമുക്കിതൊന്ന് കാണാം എന്ന് വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എന്താണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുന്ന ആൾക്കാരുടെ താല്പര്യം പലവിധമായിരിക്കാം, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഇത് എക്സ്ട്രീം ഡിവിനിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവിടുത്തെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഒക്കെ തന്നെ നിരന്തരം പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്തെല്ലാം ഭക്തിയുടെ പാരമ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് കേവലം സന്യാസിമാരെ പറ്റി മാത്രമല്ല കേട്ടോ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ
കുട്ടിയെ കയ്യിൽ വെച്ചിരിക്കുന്ന അമ്മയെക്കുറിച്ച്, ഇവരെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം ഭക്തിയുടെ അങ്ങേ അറ്റത്തുള്ള പിന്നെ ഒരു അനുഭൂതിയിലെത്തിയിരിക്കുന്ന രീതിയിലത്തേക്കുള്ള വിശദീകരണങ്ങളാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരു പർപ്പസിന് അവിടെ പോകുന്നു, പോയതിനു ശേഷം നിങ്ങൾ അതിനെ എല്ലാം തന്നെ ഭക്തി നിർഭരമായി കാണേണ്ടുന്ന രീതിയിൽ കാണുന്നു, അതിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു, എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം അതിനെ ഈ രീതിയിലത്തേക്ക് ഞാൻ അവിടെ ഇതൊന്നും കണ്ടില്ല, ഞാൻ ആൾക്കൂട്ടമാണ് കണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അങ്ങനെയാണ്, ആൾക്കൂട്ടമാണോ അദ്ദേഹം കണ്ടത്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിനെ അല്ല അദ്ദേഹം കണ്ടിരിക്കുന്നത്. അദ്ദേഹം കണ്ടിരിക്കുന്ന ഓരോന്നിലും ഭക്തിയാണ്. ഡിവിനിറ്റി എന്നുള്ള വാക്കോ ഹാഷ്ടാഗോ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കാണുന്നതെല്ലാം തന്നെ അവിടെ ഈ ഒരൊറ്റ എലമെൻറ്റ് മാത്രമാണ്. എന്നിട്ട് വന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അവിടെ വേറൊന്നും കണ്ടില്ല, ഞാൻ അവിടെ കണ്ടത് പിന്നെ ആൾക്കൂട്ടം മാത്രമാണെന്ന്. അപ്പോൾ ആൾക്കൂട്ടം ഒരു ഭാഗത്തൊരു കാര്യത്തിന് വേണ്ടി വരുന്ന സമയത്താണ് അതൊരു പർപ്പസായി മാറുന്നത്. അതല്ലാതെ ഇപ്പോൾ സമരത്തിന് പോയി കഴിഞ്ഞാലും ആൾക്കൂട്ടമാണ്, പക്ഷേ അവർക്കൊരു പർപ്പസ് ഉണ്ടാവും. അങ്ങനെ ഓരോ സമയത്തും ഇപ്പോൾ ചന്തയിൽ പോയി കഴിഞ്ഞാലും ഒരു ആൾക്കൂട്ടമാണ്, പക്ഷേ അവർക്കൊരു പർപ്പസ് ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന ആൾക്കൂട്ടത്തിന് ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വിനീത് അവിടെ പോയിരിക്കുന്നത് എന്താണ്? ഇത് വാട്ടർ തീം പാർക്കാണെന്ന് കരുതി വെള്ളത്തിൽ കളിക്കാം എന്ന് കരുതിയല്ലല്ലോ പോകുന്നത്. അവിടെ പോകുന്ന ആൾക്കാർ അവിടെ അമൃത സ്നാനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ മറ്റൊരു രീതിയിലത്തേക്കുള്ള ആരാധനയോ പൂജാ സമ്പ്രദായങ്ങളോ ഒന്നുമില്ല. അതെല്ലാം സപ്ലിമെൻ്ററി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. സോമേശ്വര ക്ഷേത്രം മുതൽ അവിടെ നിരവധി ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാം. പക്ഷേ ഇവിടെ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് പ്രശ്നം. അതായത് നമ്മൾ ഇതിലേക്ക് അനാവശ്യമായിട്ട് ജാതിയും മതത്തിനെയും ഒക്കെ കൊണ്ടുവരുന്നു. നോക്കൂ, കുംഭമേള എന്ന് പറയുന്നത് എല്ലാ ധർമ്മത്തിൻ്റെയും, എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ ഭാഷക്കാരും, എല്ലാ സംസ്കാരക്കാരും, എല്ലാ തരം വസ്ത്രധാരണം നടത്തുന്ന ആൾക്കാരും ഒന്നിച്ചു വരുന്ന സ്ഥലമാണ്. അവിടെ വലിയവനില്ല, ചെറിയവനില്ല, ജാതിയില്ല, മതമില്ല. എൻ്റെ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ ആൾക്കാർ. അപ്പോൾ അതിലൊന്നും തന്നെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇനി സാനിറ്റേഷൻ ജോലി അവിടെ ചെയ്യുന്നത് വോളണ്ടിയർമാരാണ്. അതല്ലാതെ ഈ പറയുന്നത് പോലെ ഏതോ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തോട്ടിപ്പടി എടുപ്പിക്കുന്നു എന്നൊരു സംവിധാനമില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കണം. അവിടെ തന്നെ സാനിറ്റേഷൻ ഡ്രൈവ് എന്ന് പറയുന്നത് സമഗ്രമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന മാസ് വോളണ്ടിയർ സാനിറ്റേഷൻ വർക്കാണ് എന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ കയറും എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത ഈ കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതായത് ഇത്രയും വലിയ രീതിയിലത്തേക്കുള്ള ഒരു ജോയിൻറ്റ് എഫർട്ട്, വോളണ്ടിയർ എഫർട്ട് അവിടെ നടന്നിട്ടില്ല ലോകത്തെങ്ങും. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രത്യേകത അവിടെയുണ്ട്. അവിടെ വരുന്നതെല്ലാം തന്നെ സർവീസ് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സൈഡിൽ നിന്ന് മലം കോരുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ലെന്നേ. അവിടെ ഉള്ളത് നേരത്തെ പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ, രഞ്ജിത്ത് പറഞ്ഞതുപോലെ ബയോ ടോയ്ലറ്റുകളാണ്. അതെത്രയാണ്? 1.5 ലക്ഷം ടോയ്ലറ്റിന് മുകളിൽ ഇതിനു വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി പ്രത്യേകം സോക്ക് പിറ്റുകളുണ്ട്, FRP ഉണ്ട്, പിന്നെ മൊബൈൽ യൂണിറ്റുകളുണ്ട്. ഇതിൽ തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ ക്ലീനിങ് ആവശ്യമുണ്ടെങ്കിലോ അതിൻ്റെ പുറത്ത് QR കോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അത് പറ്റും. ഞാൻ അവിടെ താമസിച്ചിരുന്ന ടെൻറ്റിൽ, ആ ടെൻറ്റ് ഓപ്പറേഷനിലാകുന്നത് ജനുവരി 2ാമത്തെ ആഴ്ചയാണ്. ഞാനവിടെ ചെല്ലുന്നത് ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഞാൻ അവിടെ ഉള്ളത്, ഈ ആഴ്ചയിൽ തന്നെ. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓരോ ദിവസവും കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അവിടെ വന്ന് ബയോ വേസ്റ്റ് എല്ലാ ദിവസവും കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. QR കോഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, റിയൽ ടൈം മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്, ജെറ്റ് സ്പ്രേ ക്ലീനിങ് ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ സൊല്യൂഷൻസ് ആണ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് എത്ര കിലോ ലിറ്റർ പിന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നതുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പബ്ലിക്കായിട്ട് വന്നിരിക്കുന്നതാണ്. ഒരു ദിവസം അവിടെയുള്ള ബസ്വർ പ്ലാന്റിൽ ഒരൊറ്റ ദിവസം 650 മെട്രിക് ടൺ വേസ്റ്റ് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഒരൊറ്റ ദിവസം ഇതെല്ലാം മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അതായത് ഗംഗയിൽ കുംഭമേളയ്ക്ക് മാത്രമല്ല ആൾക്കാർ കുളിക്കുന്നത്. ഗംഗ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ള, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കുന്ന നദിയാണ്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ്. അവിടെ ദിവസേന ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നുണ്ടെന്നേ. അവിടെ ദിവസേന ആൾക്കാർ വസ്ത്രം അലക്കുന്നുണ്ടെന്നേ. അവിടെ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രാഥമിക കൃത്യങ്ങൾ പോലും ഇന്ത്യയിൽ പല ഭാഗത്തു നിന്ന് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് വ്യത്യസ്തമാണോ? ഇവിടെ ആമയിഴഞ്ചാനും പാർവതി പുത്തനാരും പോലെ നമുക്ക് മുങ്ങാനോ കൈവച്ചതും വിരൽ തൊടാനോ പോലും പറ്റാത്ത സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് എന്ന് ശ്രീ ദിനു പറഞ്ഞു. ശരിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 51 AG ഒക്കെ അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഒന്നും എൻഫോഴ്സിബിൾ അല്ല. അവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 25 26 അവരുടെ മൗലികാവകാശമാണ്. അതായത് എൻ്റെ മതം പറയുന്ന മതനിഷ്ഠയ്ക്കനുസരിച്ചുള്ള എൻ്റെ ആചാരങ്ങൾ പിന്തുടരാനുള്ള അവകാശം എനിക്കിവിടെ ഉണ്ട്. അതെൻ്റെ മതത്തിൻ്റെ വിശ്വാസമാണ്, മതപരമായിട്ടുള്ള എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ശബരിമല ജഡ്ജ്മെൻറ്റ് വിശാല ബെഞ്ചിലേക്ക് പോകുന്ന സമയത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം.
ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി പറയാം. ഇതൊന്നും രാജ്യദ്രോഹമാണെന്നോ, വിനീത് പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹമാണെന്നോ, അല്ലെങ്കിൽ കുംഭമേളയ്ക്കെതിരെ സംസാരിക്കുന്നത് രാജ്യദ്രോഹമാണെന്നോ ഉള്ള അഭിപ്രായമൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഹാർബർ ചെയ്യുന്നുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത് കുറേയധികം ആരെയും ഉപദ്രവിക്കാതെ അവരുടെ വിശ്വാസം പിന്തുടരാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്ന ആൾക്കാരുടേതാണ്. അതിനെ നിന്ദ്യമായിട്ട് പറയുന്ന സമയത്ത് നിന്ദ്യമായി പറയുന്നതിന് മാത്രമായിട്ടൊരു അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുമില്ല. അതിനെ വിമർശിക്കുന്നതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. വിനീതിനുള്ളത് ആർട്ടിക്കിൾ 19 21 ആണെങ്കിൽ മറ്റുള്ളവർക്കും അത് ശരി. ശ്രീ മൃദുലാദേവി വളരെ പെട്ടെന്ന് മറുപടി. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീജിത്തിന്റെ തന്നെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീജിത്തിന്റെ പോസ്റ്റിനിടയ്ക്ക് ശ്രീജിത്ത് അവിടെ പോയിട്ടുള്ളത് അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീജിത്തിനെതിരെ ഒരു കമന്റ് വരികയും ശ്രീജിത്ത് അതിനെ വളരെ നർമ്മരസപ്രധാനമായിട്ട് ഒരു കമന്റ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാനപ്പോ ആ സമയത്ത് വളരെ ശരിക്കും അങ്ങ് ചിരിച്ചു പോയായിരുന്നു. ഇത്തരത്തിൽ നോക്കിക്കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പല ചിലപ്പോൾ എനിക്ക് പലപ്പോഴും ശ്രീജിത്തിന്റെ ഐഡിയോളജിയോട് എനിക്ക് ഒരിക്കലും താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും താങ്കൾ അതിനെ എടുത്ത ഒരു രീതിയെ ഞാൻ മാനിക്കുന്നുണ്ട്. ഞാൻ എന്റെ വിഷയങ്ങളിൽ ഞാൻ വളരെ എനിക്ക് വന്ന കമന്റ് അശ്ലീലമാണ്. ശ്രീമതി മൃദുലാദേവി, എനിക്ക് വന്ന കമന്റ് അശ്ലീലമാണ്. അതെ, അതിനെ ശ്രീജിത്ത് തിരിച്ചു പറഞ്ഞ രീതിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഞാൻ ദിനുവായിട്ടൊക്കെ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ കാടടിച്ച് പറയുന്ന ഒരു ടൈപ്പുള്ള ആളൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നതാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇടയ്ക്ക് ദീപ് വന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റാണ്ട് പോയി. അതായത് അഘോരികൾ ഇവിടെ അസ്ഥികൂടം ഇട്ട് നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ മാറ്റിവെച്ചു. പല നവോത്ഥാന പരികല്പനകൾ വരുമ്പോഴും നമ്മൾ പുതുക്കപ്പെടേണ്ടതുണ്ട്. അത് ഒരു തരത്തിൽ പുതുക്കപ്പെടാതെ പോകുമ്പോൾ അത്തരത്തിൽ വരുന്ന ശബ്ദങ്ങളെ നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും പുണ്യനദി അല്ല. നമ്മുടെ പലപ്പോഴും പല പുസ്തകങ്ങളിലൊക്കെ ഗംഗ ഇന്ത്യയുടെ പുണ്യനദിയാണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിൽ പോലും വരാത്ത ജാതി ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ നദിയാണ്. അത് അവരങ്ങനെ പറയുന്നു. മഹാകുംഭമേള എന്ന് പേര് കൊടുത്തുകൊണ്ടിരിക്കുക മുഴുവൻ ആളുകളുടെയും കുംഭമേളയല്ല. എന്റെ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ അറ്റ് ഓൾ. ഞാൻ അതിൽ വരുന്നില്ല. ഞാൻ ഈ കുംഭമേളയിൽ ശ്രദ്ധിച്ചത് ഇതിൽ കൂടുതലും വിക്റ്റിമായി പോകുന്ന ആളുകൾ മുഴുവൻ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഞാൻ കണ്ടത്, മൊണോലിസ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത്രയധികം കൊണ്ട് കാശ് മുടക്കുമ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു വിമർശനം വരുമ്പോൾ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു സ്ഥലത്ത് സ്വാസ്ഥായിട്ടുള്ള സ്വസ്ഥ ഭാരതിനെ നമ്മൾ സ്വച്ഛ ഭാരത് ശരിയാക്കുകയും മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പ്രദൂഷണം അതുപോലെ തന്നെ കൂടാക്കച്ചറ കൊണ്ട് ഇടുന്നതും തെറ്റായ കാര്യമാണ്. ഇത് രണ്ടുപേരും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിനെ മഹാകുംഭമേള എന്ന് പറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണെന്നോ, ഇവിടെ ജാതിയും മതവും ഇല്ല എന്നോ. ഇന്ത്യയിൽ ജാതിയുണ്ട്. മറ്റൊന്ന് ശ്രീജിത്തിനോട് പറയുന്നത്, ശ്രീജിത്ത്, ഇന്ത്യയിൽ ജാതിക്കാരെന്നൊരു പ്രയോഗം താങ്കളിൽ നിന്നുണ്ടായി ഇല്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. ദീപ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെന്ന്. ഇല്ല, ഞാൻ നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ഇന്ത്യയിൽ ഗ്ലോബലി പലയിടത്തും ഇന്ത്യയിലെ പല കാര്യങ്ങളിലും ഇത്തരം വിശ്വാസികളെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു പുതുക്കപ്പെടേണ്ട ഇടങ്ങൾ പുതുക്കപ്പെടണം. ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആ കഴമ്പുള്ള കാര്യങ്ങളുമായി ചർച്ച മുന്നോട്ട് പോവുകയും അത് പുതുക്കപ്പെടുകയും ചെയ്യണം. അല്ലാതെ അതങ്ങോട്ട് മുഴുവനായിട്ട് അവരെ മുഴുവനും അടച്ചാക്ഷേപിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. താഴെയുമെന്ന് പറയുന്നത് ഞാനല്ല, സർക്കാരാണ്. ദയവായി തുടരുക. ദിനുവിലേക്ക് വരണം, ദീപയിലേക്ക് വരണം. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുന്നു. ദിനുവയിൽ ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും ഒക്കെ കാണാത്തവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തവരാണ്, അതിൽ നിലപാട് സ്വീകരിക്കാത്തവരാണ് യു പിയിൽ പോയി കുംഭമേള കണ്ട് മടങ്ങുമ്പോൾ അവിടെ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുകയായിരുന്നു. മൂന്ന് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ചർച്ച വരുന്ന സമയത്ത് ഞാൻ ഡോക്ടർ BR അംബേദ്കറിനെയും ഭരണഘടനാ ധാർമ്മികതയും ഒക്കെ പറയുന്ന സമയത്ത് ദീപ രാഹുൽ ഈശ്വറിന് ചിരി വന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ചിരി വരും. അത് സ്വാഭാവികമാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊറാലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അംബേദ്കർ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ചിരി വരും. എനിക്ക് അവരോട് അക്കാര്യത്തിൽ അവരുടെ അജ്ഞതയിൽ തീർച്ചയായിട്ടും എനിക്ക് സഹതാപമുണ്ട്. ഞാൻ സഹതപിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഉടനെ അത് ഹിന്ദു മതത്തിനെതിരാണ്, ഞാനൊരു ഭക്തയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവരെടുത്തിടുന്നത്. നോക്കൂ, കേരളത്തിനകത്തെ നായർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലാതെ അവർ സമരം ചെയ്ത സമയത്ത് ബ്രാഹ്മണ്യം പറഞ്ഞതാണ് നിങ്ങൾ ബ്രാഹ്മണ മതത്തിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ചാന്നാർ സ്ത്രീകൾ, ദളിത് സ്ത്രീകൾ, എല്ലാ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതിയിലുള്ള സമരങ്ങൾ, ഇടപെടലുകൾ ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ ഹിന്ദു ബാഷിംഗ് ആണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ കാലാകാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വിനീത് സൂചിപ്പിച്ച രണ്ടാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കകത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഇടം കൂടിയാണ് കുംഭമേള എന്ന് വിനീത് പറഞ്ഞുള്ള പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അജണ്ട എന്നോ ഹിന്ദുമത വ്രണപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നത് ഒരു രീതിയിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ശ്രീ പണിക്കർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മറ്റ് പുഴകൾ, നദികൾ ഇവയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹങ്ങൾ എല്ലാ കാലത്തും നദികളും പുഴകളെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന പാരമ്പര്യം സംഘകാലം തൊട്ടുള്ളത് കൊണ്ട് ഗംഗാ നദിയും ഞങ്ങളെ സംബന്ധിച്ച ഒരു നദിയാണ്. ഇന്ത്യയിൽ ഒരു നദിക്കും പ്രത്യേക ശുദ്ധി ഉണ്ടെന്ന് ശുദ്ധി സംസ്കാരത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, സംഘകാലം തൊട്ടേ വിശ്വസിക്കാത്തത് കൊണ്ട് ഞങ്ങളിൽപ്പെട്ട ആളുകൾ പറയാറില്ല. എന്നാൽ ഗംഗാ നദിയും ഒരു നദി എന്ന രീതിയിലുള്ള ബഹുമാനം എല്ലായിടത്തിലുള്ള നദികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു നദിക്കും പ്രത്യേക ബഹുമാനങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. ശുദ്ധി അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല. നദികൾ എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കുംഭമേള കാരണം അത് നടന്ന പീരീഡിനകത്ത് നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയം കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ത്യക്കകത്ത് മറ്റേതെങ്കിലും ഒക്കെ നദികൾക്കകത്ത് അതല്ലാത്ത രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം പൊല്യൂഷൻസിനെതിരെ സംസാരിക്കുകയും കൃത്യമായി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ അടക്കമുള്ള ആളുകൾ. രണ്ടാമത്തെ കാര്യത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ കസ്റ്റം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 13 കൃത്യമായി പറയുന്നു, ഏത് തരത്തിലുള്ള കസ്റ്റംസും ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായിട്ടുള്ള, പ്രത്യേകിച്ച് ട്രയാങ്കിൾ ഓഫ് റൈറ്റ്സിന് എതിരായി നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവിടെ ഓരോ മനുഷ്യരും അടിസ്ഥാനപരമായി ശുദ്ധമായ ജലം, ശുദ്ധമായ ആരോഗ്യം എന്നൊക്കെ പറയുന്ന മൗലികാവകാശത്തിന് ഒരു കസ്റ്റത്തിനും എതിരെ നിൽക്കാനുള്ള അവകാശം ഇന്ത്യക്കകത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കൊണ്ട് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഹൈജീന്റെ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ, ഹെൽത്തിന്റെ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ആക്സസ് ടു ഗുഡ് വാട്ടറിന്റെ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പറയാനുള്ള അവകാശമുണ്ട്. ഒരുപക്ഷെ അതിനെതിരെ വിമർശിക്കുവാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ ആ വിമർശനങ്ങൾക്കും ചില രീതിയിലുള്ള അതിരുകളുണ്ട്. ആ അതിരുകൾ രാജദ്രോഹി അടക്കമുള്ള പരാമർശങ്ങളിലേക്ക് ഒരുപക്ഷെ പോകുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ മാത്രം ഉൾക്കൊണ്ടുള്ളതാണെങ്കിൽ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ വിനീത് ഇവിടെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്, അവിടെ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള PR വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുംഭമേളയിലേക്ക് ഒരുപാട് ഫണ്ടുകൾ ചിലവഴിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കകത്തുള്ള ലിറ്ററസി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇക്കഴിഞ്ഞ ദിവസം RBI ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ 2023-24 പുറത്തിറക്കിയിട്ടുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കകത്തുള്ള കർഷകർ ഒരു അനുദിനം കിട്ടുന്ന തുക എന്ന് പറയുന്നത് 334 രൂപയാണ് UP യിൽ. ഗുജറാത്തിൽ തുടർച്ചയായി BJP ഭരിച്ച ഗുജറാത്തിൽ അത് 256 രൂപയാണ്. കേരളത്തിൽ മാത്രമാണ് അത് 807 എന്നുള്ള ഏറ്റവും ഹയസ്റ്റ് റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ വളരെ കൃത്യമായി കൊണ്ട് അടിസ്ഥാന വിഭാഗത്തിന്റെ ശ്രദ്ധയിലേക്ക് ഭരണകൂടം എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയവും മതവും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇടപെടലുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയവും മതവും രണ്ട് ഇടങ്ങളിൽ നിൽക്കണമെന്ന് കൃത്യമായി പറഞ്ഞ മഹാത്മാഗാന്ധിയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രീയവും മതവും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന നാഷണൽ ട്രിബ്യൂണൽ അടക്കമുള്ള ഗ്രീൻ ട്രിബ്യൂണൽ അടക്കമുള്ളവരുടെ വാദത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനകത്ത് കൃത്യമായുള്ള വിമർശനം എനിക്ക്. ശ്രീ ദിനുവയിൽ തിരിച്ചു വരാം. ദീപ, അതിനു മുൻപ് ഈ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ചർച്ച നടക്കുന്ന ഓഫീസിൻ്റെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. അവിടെയാണ് ആശാ വർക്കർമാർ 7 ദിവസമായി അവരുടെ അടിസ്ഥാന വേതനത്തിനായി വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സമരം നടത്തുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി പറയുവാണ്. ദീപ, ഇവിടെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കാർത്താൻ പാടില്ല. അല്ലല്ലേ, ഞാൻ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ, താങ്കളെ ചൂണ്ടിക്കാട്ടി പറഞ്ഞത്. അതെ. അതായത് ദീപ, ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ മതം നമുക്കറിയാം ചർച്ച ചെയ്യാതെ പോകില്ല. മതം എപ്പോഴും ചർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളും മറ്റുമുണ്ട്. അപ്പോൾ ഇതിലൊന്നും വിശ്വസിക്കാത്ത ചിലർക്ക് ഇത് പറയാം എന്നതും പ്രധാനമാണല്ലോ. അവർക്കും ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാം. പക്ഷേ അതിൻ്റെ ഒരു പറഞ്ഞ രീതി മാറിപ്പോയതാണ് ദീപയെ പോലുള്ളവർ ഇതിനെ വിമർശിക്കുന്നത് എന്നുള്ളതാണോ? അടിസ്ഥാനപരമായി ഈ ഗംഗയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അവിടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. കോളിഫോം ബാക്ടീരിയയൊക്കെ കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ കണ്ടുപിടിച്ചതാണ്. അവിടെ ദുരന്തമുണ്ടായ പശ്ചാത്തലമുണ്ട്, കുംഭമേളയുമായി ബന്ധപ്പെട്ട അമിത തിരക്കൊക്കെ വന്നത്. പിന്നെ UP സർക്കാരിൻ്റെ PR വർക്കുണ്ട്, അവിടേക്ക് ആളുകളെ കൊണ്ടുവരാനും മറ്റുമായി. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിമർശനത്തിൻ്റെ ഒരു സ്വഭാവം മാറ്റിവെച്ചാൽ അവിടെയുള്ള പ്രശ്നങ്ങൾ അതിപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല പലതും എന്നുള്ളത് തന്നെയല്ലേ?
അല്ല, എനിക്ക് എപ്പോഴും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിരിക്കും. ഒരുപക്ഷെ ഈ പാനലിലുള്ള ശ്രീജിത്ത് പോലും ചിലപ്പം ഞാനുമായിട്ട് എഗ്രി ചെയ്യണം എന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഇസ്ലാം ആവട്ടെ, അത് ഏത് മതമാണെങ്കിലും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആരാധനാലയങ്ങളും എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ലാഘവത്തോടെ കാണുന്നതിനോട് എനിക്കൊരു എതിർപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഹാകുംഭമേള എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ഒരു കാര്യം, അതിനെ ഇത്രത്തോളം വിശ്വാസത്തിലൂടെ നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യത്തെ അത് എന്താണ് ആ സംഭവം എന്നറിഞ്ഞ് ആൾക്കാർ അവിടെ വരുന്നുണ്ടാവും. പക്ഷേ അവിടുത്തെ വിമർശനങ്ങളെക്കുറിച്ച് മാത്രം ഇത്രയും കാര്യമായിട്ട് വന്ന് പറയുക, എന്നിട്ട് അവിടെ അത് പറയുന്ന സ്വഭാവവും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. അതായത് അത് ചൊറി എന്നൊരു വാക്ക് ഉപയോഗിച്ചതും അതോടൊപ്പം തന്നെ അതിലൊന്നും ഒരു ബന്ധമില്ലാണ്ട് അതിലൊരു വിശ്വാസമില്ലാതെ വേറെ ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ മാത്രം. അന്ന് ശബരിമല വിഷയം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഇത് സ്ത്രീകൾക്കും കൂടി കയറണം എന്ന് വെച്ച് ഇത് എന്താ ഇതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടി കയറേണ്ട ഒരു സ്ഥലമല്ല ശബരിമല. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ലാഘവത്തോടെ കമന്റ് പാസ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല ഏത് ആരാധനാലയം. അത് ഹിന്ദു എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, മുസ്ലിം എന്നല്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിശ്വാസവും ആയിക്കോട്ടെ, അതിപ്പം നമ്മുടെ ഹിന്ദു വിശ്വാസവും ഏത് വിശ്വാസവും ആയിക്കോട്ടെ, നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആരും തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഇത്തരം വാക്കുകളും ഇത്തരം വിമർശനങ്ങളും ചില വിശ്വാസങ്ങളെ തൊട്ട് കളിക്കുന്നത്? എന്തിനാണ്? അത് ഹിന്ദു സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാലും കൂടുതലും ഹിന്ദുവിലേക്ക് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റ് സമുദായങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ ചരിത്രം പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ട, വന്നിട്ടുണ്ടാവും. ഹജ്ജിന് പോയ കാര്യങ്ങളും അതിലുണ്ടായ അപകടത്തെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. പക്ഷെ കൂടുതലും വരുന്നത് ഹിന്ദു സമുദായത്തിനെതിരെയാണെന്നുള്ള അവിടെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ആൾക്കാർ പറയാറുണ്ടെന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ ഒരു വിശ്വാസത്തെ തൊട്ട് കളിക്കുമ്പോൾ കുറച്ചും കൂടെ ആലോചിച്ച് പറയാനുള്ളൊരു ഉത്തരവാദിത്വം പലർക്കും ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് മുൻപോട്ട് വെക്കാനുള്ളത്. പിന്നെ മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട്, ഇനി ഈ പാനലിൽ ആര് വന്നിരുന്നിട്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെന്ന് പറഞ്ഞാലും അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞാലും ഈ ഗംഗയിൽ കുളിച്ച് ചൊറി വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അതിന് അദ്ദേഹം മാപ്പ് ചോദിക്കേണ്ടതാണ്. ചൊറി എന്ന വാക്ക് അതുമായിട്ട് ഉപയോഗിച്ചാൽ അതിൽ വിശ്വാസമുള്ള പലർക്കും അത് കൊള്ളും എന്നറിയാതെയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞു? ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ എനിക്ക് മുൻപോട്ട് വെക്കാനുള്ളൂ. ശ്രീത്ത്, ഇത് ഇവിടെ ഈ പറഞ്ഞതുപോലെ അഭിപ്രായം വെച്ചു, അതിൻ്റെ പ്രയോഗത്തിൻ്റെ രീതി ശരിയായില്ല. പക്ഷേ അടിസ്ഥാനപരമായ പരിഹരിക്കേണ്ടതായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ശ്രീത്തിന് എതിരഭിപ്രായമില്ലല്ലോ? നിശ്ചയമായുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗംഗ പൂർണ്ണമായും ക്ലീൻ ആണെന്നോ ഏറ്റവും സാനിറ്റേഷൻ വർക്ക് നടക്കുന്ന ഒരു നദിയാണെന്നോ ഉള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതിനായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമുണ്ട്, വർഷങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ നിലനിൽപ്പിന് ചരിത്രപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ള നദികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെയൊക്കെ തന്നെ ശുചീകരിക്കുക എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളുമൊക്കെ തന്നെ അവർ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയായി മാറുന്നത്. അപ്പോൾ ഇതിൽ ഈ സംസാരിച്ച് വന്നപ്പോൾ തോന്നിയിരുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, റിപ്പീറ്റഡായിട്ട് ഇതിൽ ജാതീയത, പിന്നാക്ക വിഭാഗം ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജാതീയതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ലിത്. അവിടെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർ പോകുന്നുണ്ട്. അത് വിശ്വാസത്തിൻ്റെ മാത്രം വിഷയമാണ്. അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല കുംഭമേളയിൽ പങ്കെടുക്കുന്നതെല്ലാം ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാരാണ്, ബാക്ക്വേഡ് കാസ്റ്റുകാരൊക്കെ അവിടെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആണെന്നൊന്നും ആരും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജാതീയതയൊന്നും ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നത് വൃത്തികെട്ട അജണ്ടയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്ന്. രണ്ട്, ശ്രീ ദിനുവിൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആ അഭിപ്രായത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഗംഗയ്ക്ക് പ്രത്യേകിച്ച് ഒരു ശുദ്ധിയില്ല, മറ്റൊരു നദി പോലെയാണ്, പക്ഷേ അതിന് മറ്റെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, അത് അദ്ദേഹത്തിന് അങ്ങനെ കാണുന്നതിന് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഗംഗയെ ഒരു പുണ്യനദിയായി കാണാനുള്ള അവകാശം മറ്റുള്ള ആൾക്കാർക്കുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വിശ്വാസപരമായിട്ട്, മതപരമായിട്ട്, ആചാരപരമായിട്ട് ഗംഗ ഒരു പുണ്യനദിയാണ് എന്ന് വിശ്വസിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗംഗ മാതാവാണ്. ഗംഗ ആരതി നടക്കുന്നുണ്ട്. എന്തിനാണ് ആരതി എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന പോലെ കാടിനെയും മലകളെയും കല്ലുകളെയും വൃക്ഷങ്ങളെയും ഒക്കെ തന്നെ ആരാധിക്കുന്നത് പോലെ തന്നെ നമുക്ക് ജീവൻ നൽകുന്ന, ജീവൻ നിലനിർത്തുന്ന ഇത്തരത്തിലുള്ള റിസോഴ്സസിനെ നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന നൽകിയിരിക്കുന്ന മതപരമായിട്ടുള്ള, മൗലികമായിട്ടുള്ള, അടിസ്ഥാനമായിട്ടുള്ള അവകാശമാണ്. ന്യൂസിലൻഡിലാണ് ലോകത്തിൽ, നമ്മുടെ നാട്ടിൽ പോലും അല്ല, ന്യൂസിലൻഡിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് വാങ്കനൂയി എന്ന് പറയുന്ന നദി
അതൊരു ലിവിങ് എൻറ്റിറ്റിയാണ് എന്നും അതിൻ്റെ സംരക്ഷണത്തിന് ആൾക്കാരെയും അസൈൻ ചെയ്തിരിക്കുന്നത് ലോകത്തിലാദ്യമായിട്ട്. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ നാട്ടിലും ഗംഗയും യമുനയും ഒക്കെ തന്നെ അങ്ങനെ ആക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് മറ്റുള്ള പല രാജ്യങ്ങളെക്കാളും. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രിസർവ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള താല്പര്യം ഇവിടെയുണ്ട്. ഇനി അടുത്തത്, ശുദ്ധജലം ഒരു മൗലികാവകാശമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഗംഗയിലെ ശുദ്ധജലം മാത്രം ഒരു മൗലികാവകാശമാണ് എന്ന നിലയ്ക്ക് കാണുന്നിടത്താണ് പ്രശ്നം. ഇപ്പം ഞാൻ 8 മാസം മുമ്പ്, 8 മാസം കഷ്ടിയായിട്ടുള്ളൂ, 8 മാസം മുമ്പ് വന്നിരിക്കുന്ന കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് വായിക്കാം. ഈ ചർച്ചയിൽ തന്നെ ശ്രീ ദിനുവാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ പറ്റി പറഞ്ഞത്. ഗംഗയിലെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രത്തോളമാണ് വന്നിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കണക്ക് തുടക്കത്തിൽ സംസാരിച്ച സമയത്ത് ശ്രീ ദിനു പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഫെബ്രുവരി 16 വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ 5.09 എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 8 മാസം മുമ്പ് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒറ്റ ലൈൻ വായിക്കാം. The biological oxygen demand that determines the level of oxygen in water for Kallai is 12.8 grams. നമ്മുടെ നാട്ടിൽ 12.8 മില്ലിഗ്രാംസ്, 12.8 മില്ലിഗ്രാം നമ്മുടെ നാട്ടിലുള്ള കല്ലായി പുഴ. വൈൽ ദി അഡ്മിസിബിൾ എമൗണ്ട് ഈസ് 3 മില്ലിഗ്രാം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ഇതുണ്ടെന്നേ. നമ്മുടെ നാട്ടിലെ കല്ലായി പുഴ എന്ന് പറയുന്നത് പാട്ടുകളിൽ മാത്രമല്ല നമ്മുടെയും ജീവനത്തിനെല്ലാം തന്നെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു, എഫേർട്ടുകൾ നടക്കുന്നുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് അവിടെയുള്ള ശുദ്ധജലത്തിനുള്ള അവകാശവുമുണ്ട്. അത് ക്ലീൻ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നോ അതൊരു വ്യത്യസ്ത രാഷ്ട്രീയമാണോ എന്നോ കരുതി നമ്മുടെ തൊട്ട് ബാക്ക്യാർഡിലുള്ള കാര്യത്തിൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെ വെള്ളത്തിനെ മാത്രം ഇങ്ങനെ പറയുന്നതിലാണ് ഞാൻ ശ്രീത് പണിക്കർ ചർച്ചയുടെ ഭാഗമായി ദീപ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു, ദിനു വെയിലുണ്ട്, മൃദുല ദേവിയുണ്ട്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്, വലിയ വിമർശനം ഇതിനെതിരെ ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ചർച്ച പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം. ഇൻവെസ്റ്റ്